കേരളത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ ഞാൻ തയ്യാറാകുന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ വേറിട്ട് നിൽക്കൽ എല്ലാവർക്കും അറിയാലോ. ഈ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ കേരളത്തിൽ ഒരു വർഗീയ സംഘർഷവും ഉണ്ടായില്ല, ഒരു വർഗീയ കലാപവും ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? കേരളത്തിൽ വർഗീയ ശക്തികളൊക്കെ ഇല്ലാതായോ? കേരളത്തിലല്ലേ ചില വർഗീയ ശക്തികളുടെ ഏറ്റവും കരുത്തുറ്റ സംഘടന പ്രവർത്തിക്കുന്നത് എന്ന് അവരവകാശപ്പെടുന്നത്. അവരടക്കമുള്ളവർക്ക് തല പൊക്കാനായില്ല. തല പൊക്കുമോ? അപ്പോ കർക്കശമായ നടപടി നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. അതിൻ്റെ ഫലമാണ് ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള വർഗീയ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര പേർക്ക് മാരകമായ പരിക്കേൽക്കേണ്ടി വന്നിട്ടുണ്ട്. എത്രയോ വീടുകൾ, സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എല്ലാം ആക്രമിക്കപ്പെടുകയും കവരുകയും ചെയ്ത അവസ്ഥയുണ്ടായിട്ടില്ലേ? അതെല്ലാം നടന്ന നാടല്ലേ നമ്മുടെ നാട്. ആ നാട്ടിലല്ലേ 10 വർഷക്കാലം ഒരു തരത്തിലുള്ള വർഗീയ അസ്വാസ്ഥ്യവുമില്ലാതെ നാട് കഴിയുന്നത്. അവിടെയാണ് സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത. അത് ശരിയായ ധാരണയുള്ള ഒരു മുന്നണി ഭരണ നേതൃത്വം വഹിക്കുന്നതുകൊണ്ടാണ്. LDF വർഗീയതയോട് വിട്ടുവീഴ്ചയില്ല, വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നു. ഒരു വർഗീയതയുമായി ചാരി നിൽക്കില്ല, ഏത് വർഗീയതയെയും സംരക്ഷിക്കില്ല. വർഗീയതയാണോ പ്രശ്നം, വർഗീയ സംഘർഷമാണോ, കർക്കശമായ നിലപാട് സ്വീകരിക്കും. അങ്ങനെയാണ് വന്നത്. ഒരനുഭവം ഞാൻ പറയാം. കുറച്ച് നാൾ മുൻപ് ഒരു പുതിയ സംരംഭം തുടങ്ങാനുള്ള വ്യവസായ ഗ്രൂപ്പിനെ നമ്മുടെ വ്യവസായ മന്ത്രി കൂട്ടി എൻ്റെ അടുത്ത് വന്നു. ഇവർ കാണാൻ വേണ്ടി വന്നതാണ്, കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോൾ അവർ പറയാണ്, ഒരു സ്ഥാപനം തുടങ്ങാൻ അവരുദ്ദേശിക്കുന്നു. സ്ഥാപനം തുടങ്ങുമ്പോൾ ഉള്ള ആ പദ്ധതിയുടെ നിക്ഷേപ തുക കേട്ടപ്പോൾ പെട്ടെന്നൊരു അമ്പരപ്പുണ്ടായി. എത്രയാണെന്നറിയോ? 3,60,000 കോടി രൂപ. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കേരളം തിരഞ്ഞെടുക്കാൻ കാരണം? കേരളീയരല്ല അവർ. എന്താണ് നിങ്ങൾ കേരളം തിരഞ്ഞെടുക്കാൻ കാരണം? അപ്പം അവർ പറയാണ്, ഇതുപോലെ വർഗീയ പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു നാട് വേറിയതുണ്ട്, ഇവിടെയാണ് സമാധാനം. അതാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ കാരണം. ഞങ്ങൾ നിക്ഷേപിക്കുന്ന പണം ഇവിടെ സുരക്ഷിതമാകുമെന്ന് കാണുന്നു. ഇതാണ് കേരളം. ഈ മാറ്റം നാം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി എന്നതിൽ വലിയ തോതിൽ അഭിമാനം കൊള്ളാറുണ്ട്. ഒരുപാട് പണികൾ നമ്മൾ അതിലെടുത്തിട്ടുണ്ട്. അതിൻ്റെ കഥകളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. എന്നാൽ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിൽ നിന്ന് ഒന്നുകൂടി മാറി നിക്ഷേപിക്കാൻ പറ്റിയ ഏക സംസ്ഥാനം കേരളം എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. അതൊക്കെ ഇതിൻ്റെ ഭാഗമായാണ്, ഈ വേറിട്ട് നിൽപ്പിൻ്റെ ഭാഗമായാണ്. എന്തിന് LDF അധികാരത്തിൽ വരണം എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇവിടെ 2016 അനുഭവം നമ്മൾ ഓർക്കണം. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. നമ്മുടെ നാട് അനുഭവിച്ച തകർച്ച, എല്ലാ മേഖലയും പിന്നോട്ട് പോയ കാലം. അങ്ങനൊരു കാലത്ത് ഇനി ഇത് ആർക്കും നന്നാക്കാനാകില്ല, എൻ്റെ നാട് ഇങ്ങനെയായിപ്പോയി, ആര് വിചാരിച്ചാലും നന്നാകില്ല എന്ന് ചിന്തിച്ച നാട്ടുകാർ. ആ ഘട്ടത്തിലാണ് LDF കൃത്യമായ പരിപാടി മുന്നോട്ട് വെക്കുന്നത്. ആ പരിപാടിയെ ജനങ്ങൾ പിന്താങ്ങി. അതിൻ്റെ ഭാഗമായാണ് LDFനെ അന്ന് ജനങ്ങൾ അധികാരത്തിലേറ്റുന്നത്. ജനങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ചുള്ള പ്രവർത്തനം LDF ഗവൺമെൻറ് കാഴ്ചവെച്ചപ്പോൾ
വലിയ തോതിൽ നാടിൻ്റെ നിരാശ മാറി. നല്ല പ്രത്യാശയിലേക്ക് ആളുകൾ വന്നു. നടക്കില്ല, ഒരു കാലത്തും ഇവിടെ വരില്ല എന്ന് കണക്കാക്കിയ ഒട്ടേറെ പദ്ധതികൾ ഒന്നൊന്നായി നടപ്പാകുന്നത് കേരളം കണ്ടു. അതേപോലെ തന്നെ പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നതായി കണ്ടു.